ലീഗിന്റെ ഒരു അപ്രമാദിത്വമാണ് കാണുന്നത്. ലീഗ് യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ ഉയരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് ലീഗ് ഭരിക്കും കേരളം, ലീഗാണ് ഇനി നിയമം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ ചില ഘടകങ്ങള് ഇതൊക്കെ നടത്തി. ജാഥ പോലത്തെ പരിപാടികളൊക്കെ. അപ്പോ ഇത് യഥാർത്ഥത്തില് ബിജെപിയെ സഹായിക്കുന്ന ഒരു നടപടിയല്ലേ? അത് ബി.ജെ.പിക്ക് നിർബന്ധമായി സഹായകമായി മാറും എന്നുള്ള കാര്യം സംശയമില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വെള്ളാപ്പള്ളി എങ്ങനെയാണോ വി.ഡി. സതീശന് സൗഭാഗ്യം കൊടുത്തത്, കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ യു.ഡി.എഫിലേക്ക് ഒഴുക്കിയത്, അതേപോലെ മുസ്ലിം ലീഗിലെ സാധാരണ പ്രവർത്തകർ ഇത്തരത്തിലുള്ള വിധ്വംസകമായ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയാൽ ഹിന്ദു ഭാഗത്തുള്ള ആളുകൾ നേരെ ബി.ജെ.പിക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മൂത്ത ലീഗുകാർ അല്ല, അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. എന്നാൽ വികാരാതീതരായി അവർ ഈ വിജയത്തിലുള്ള മതിഭ്രമം കാരണം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഇവിടെ അട്ടിമറികൾ നടത്തിയതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടാണ് കൃത്യമായിട്ട് വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായത് എന്നുള്ള ഒരു അഹങ്കാരം അവർക്ക് ചിലർക്ക് വന്നിരിക്കുന്നു, സാധാരണ പ്രവർത്തകർക്ക്. അത് പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതേപോലുള്ള സാമുദായിക ധ്രുവീകരണം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള, അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിലും പറയാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷെ ഇതില് വെള്ളാപ്പള്ളിയെ തെമ്മാടി എന്നും അതേപോലെ തന്നെ പോപ്പ് നായർ എന്നൊക്കെ ഉള്ളത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കും. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെ അത് പറഞ്ഞോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ കോൺഗ്രസ് ഇവരെ അടിമകളാണെന്നും കോൺഗ്രസ് ഇല്ലെങ്കിൽ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ അധിക്ഷേപകരമായ കാര്യങ്ങൾ പറയുമ്പോൾ കോൺഗ്രസിലുള്ള ഹിന്ദുക്കളായ ആളുകൾ എങ്ങോട്ട് പോകും? ബി.ജെ.പിയിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്ന് പറയുന്നത് പക്വതയുള്ള, അതേപോലെ ദീർഘവീക്ഷണമുള്ള, സാമുദായികമായി കലാപം ഉണ്ടാകുമ്പോൾ എല്ലാവരും മതേതരത്വത്തിൽ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വമാണ്. നമുക്കറിയാം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വത്തിലുള്ള കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എപ്പോഴും സാഹോദര്യത്തിലും എല്ലാ മതങ്ങളുമായിട്ടും ഒരുമിച്ച് ജീവിക്കണമെന്നും കരുതുന്ന ആൾക്കാരാണ്. പക്ഷെ സാധാരണ അണികൾക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. വെള്ളാപ്പള്ളിന്റെ കാലത്ത് വെള്ളാപ്പള്ളിയാ പറഞ്ഞത്, അല്ലാതെ SNDPയുടെ പ്രവർത്തകരല്ല. വെള്ളാപ്പള്ളി വിവരമുള്ള തലപ്പത്തിരിക്കുന്ന ഒരാളാണ് പറഞ്ഞെങ്കിൽ മുസ്ലിം ലീഗിലെ തലപ്പത്തിരിക്കുന്ന ആരും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഫിറോസ് തൊടുപുഴയിലുള്ള ആളുകളെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്തു. തൊടുപുഴയിൽ പ്രകടനം നടത്തുകയും ഇതേപോലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് അത് അവരെന്നെ എടുത്തിട്ട് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതേപോലെയാണ് വെള്ളമുണ്ടയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വളരെ ഗൗരവമായി എടുത്ത് ഇത് നാളെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, കലാപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ബി.ജെ.പിയെ വളർത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തില്ലെങ്കിൽ UDF അധികകാലം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിന് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതേപോലെ കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ച് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ബി.ജെ.പിയും വെള്ളാപ്പള്ളിയും വിജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവര് ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പൊ ഇവര് കൈക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇത്തരം ഒറ്റപ്പെട്ട കാര്യങ്ങളെ നമ്മൾ പർവ്വതീകരിച്ചതാവണ്ട. ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കന്മാരോ ഇങ്ങനത്തെ പ്രസ്താവന പറയില്ല. അത് വിവരമില്ലാത്ത ഇതിലുള്ള കുറെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ, സാധാരണ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങളാണ്. ഏതോ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കരുതിയാൽ മതി. മുസ്ലിം ലീഗിന്റെ നേതൃത്വം കാലാകാലമായി അങ്ങനെ സമീപനമുള്ള ആളുകളല്ല എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പം ലീഗിനെ ചില SDPIയും അതോടൊപ്പം തന്നെ ജമാഅത്തിയൊക്കെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു വിമർശനം നേരത്തെ ഉയർന്നിട്ടുണ്ടായി. അത്തരം ആളുകളായിരിക്കുമോ ലീഗിൽ കടന്നുകൂടിയിരിക്കുന്ന? അല്ല, അത്തരം ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കാൻ സാധ്യത. ഞാൻ കോഴിക്കോടുകാരനാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ്. എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്ത വാർഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. ഞങ്ങൾ അത് കൂടെയാണ് യാത്ര ചെയ്യാറ്. പക്ഷെ അവിടെയൊന്നും ഒരു തരത്തിൽ അനാവശ്യമായുള്ള എന്തെങ്കിലും വിളിച്ചു പറയുന്നതോ ഒന്നും ഉണ്ടാവാറില്ല. സമാധാനപരമായി ജീവിക്കുന്ന ആൾക്കാരാണ് കോഴിക്കോട് അന്നും ഇന്നും. ഇന്ന് കോഴിക്കോട് ഇത്രയും വിജയമുണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ്. കോഴിക്കോട് 13ൽ 12 സീറ്റ്, അല്ല 6 സീറ്റ് മുസ്ലിം ലീഗിനാന്ന് ഓർക്കണം. മലപ്പുറത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് വിജയിച്ചുള്ളത്
കോഴിക്കോടാണ്. മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന മലപ്പുറത്താണെങ്കിൽ കോഴിക്കോട് അങ്ങനെയല്ല. മുസ്ലിങ്ങളുണ്ട്, ഏറ്റവും അധികം ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും BJP-ക്കാരുടെ ആണെങ്കിൽ പോലും നല്ല ഏറ്റവും മര്യാദ കൂടിയിട്ടാണ് പെരുമാറാറ്. പക്ഷെ കൊടുവള്ളിയിൽ ഞാൻ കണ്ടുള്ള ഒരു കാര്യം, BJP പ്രകടനം പോകുമ്പോൾ അതിന്റെ പിന്നിൽ കൂക്കുവിളിയായിട്ട് ഈ മുസ്ലിം ലീഗിന്റെ ആളുകൾ കൂക്കുവിളിക്കുന്ന രംഗങ്ങളാണ് കണ്ടിട്ടുള്ളത്. അത് വളരെ മോശമായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ BJP പ്രകടനം നടത്തുമ്പോൾ അവരെ കൂക്കുവിളിക്കാനോ അവരെ പേടിപ്പിച്ചതിനോട് അവരെന്ത് ചോദിച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന വീഡിയോ ആണ് എൻ്റെ കൈവശമുള്ളത്. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ പുറത്തുവിടുകയും ചെയ്യാം. കാരണം അവിടുന്ന് എനിക്ക് അയച്ചു തന്ന ഒരു BJP പ്രവർത്തകൻ അയച്ചെന്നാണ് ഇങ്ങനെയാണ് ഇവിടെ കൊടുവള്ളിയിൽ നടക്കുന്നത്. കൊടുവള്ളി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. പക്ഷെ അവിടെ ഉള്ള അങ്ങനെയുള്ള മുസ്ലിം ലീഗുകാരല്ല ശരിക്കുള്ളത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള രംഗം വളരെ മോശമായ രംഗമാണ്. BJP-ക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം എല്ലായിടത്തും ഉണ്ട്. അത് കൂക്ക് വിളിച്ച് വലിയൊരു ജാഥ അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. ഇപ്പം BJP-ക്കാർ പോകാനുള്ള അവസരം കൊടുക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. അവിടെ യാതൊരു തടസ്സമുണ്ടായി. അതേപോലെ ഇതേപോലെ എതിർക്കാനാണ് ഭാവമെങ്കിൽ അവിടെ അടക്കം BJP വളരും എന്നുള്ള കാര്യം സംശയമില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ് BJP വളർന്നത്? ഇതുപോലെ അവർക്ക് സാഹചര്യം ഒരുക്കി കിട്ടുകയും ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും BJP ഉണ്ടാക്കുകയും ചെയ്യാണ്. ഇവിടെ BJP-ക്ക് ആവശ്യം എന്താ? ഇവിടെ വളരാൻ ഇത്തരം കാര്യങ്ങൾ നടക്കണം. ഇവിടെ മുസ്ലിം ലീഗിലെ ആളുകൾ ഇതുപോലെ പ്രചരിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ സൗഭാഗ്യമാണ്. VD സതീഷിന്റെ സൗഭാഗ്യം ആരാണ്? പിണറായി വിജയനും അതേപോലെ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിയും അതേപോലെ സുകുമാരനാഥൻ നടത്തിയ പ്രസ്താവനകളാണ് ഇവിടെ ക്രിസ്ത്യാനികളും അതേപോലെ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി എൻബ്ലോക്കായി UDF-ൽ എത്തിയത്. ആ ദുർഗതി വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു അവസരം വരാതെ സൂക്ഷിക്കേണ്ടത് മുസ്ലിം ലീഗും അവർ ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ തീർച്ചയായും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അവർ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രകോപനപരമായ കാര്യങ്ങളും ഇല്ലാതെ നിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ശിഹാബ് തങ്ങൾക്കും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അതേപോലെ കുഞ്ഞാലിക്കുട്ടിക്കുമാണ്. കുഞ്ഞാലിക്കുട്ടി ഏറ്റവും പക്വതയുള്ള നേതാവായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വാർത്ത ചെയ്തിട്ടുള്ള ഒരാളാണ്. ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ ഞാൻ മാത്രമാണ് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്ത് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഗുണ്ടകളായി വന്നിരുന്നു. പിന്നീട് ഞാൻ ആ കേസ് എങ്ങനെ തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി എന്നോട് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം മാന്യമായ രൂപത്തിൽ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അതാണെങ്കിൽ ഞാൻ അതിനകത്ത് കേസിൽ പിൻവാങ്ങാം, താങ്കൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ താങ്കളൊരു റിക്വസ്റ്റതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അത് കേസ് പിൻവലിച്ചു. അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അന്ന് അപായപ്പെടുത്താൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആയുധങ്ങളുമായി പല സ്ഥലത്ത് നിൽക്കുകയും ഐസ്ക്രീം പാർലർ പെൺവാണിഭ്യത്തിലെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഭയങ്കര പ്രതികാരം തീർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നിങ്ങൾ അവിടെ നിൽക്കൂ, ഒരിക്കലും ഞാൻ വരുന്നവരെ പുറപ്പെടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത്ര സ്ഥലങ്ങൾ എത്തിച്ചേരുകയും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് വല്ല സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്താൽ എന്നെ ആദ്യം കൊടുക്കുന്നത് ഞാനായിരിക്കും, അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾ പോകരുത് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് കൃത്യമായി ഇതാക്കി എന്ന് പറയുന്ന ഒരു കഥ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.